ഇബാദത്ത് ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കണം, ഈ ഇബാദത്ത് കൊണ്ടായിരിക്കും ഞാൻ രക്ഷപ്പെടുക. എന്താ വിചാരിക്കേണ്ടത്? ഈ ഇബാദത്ത് കൊണ്ടായിരിക്കും ലഅല്ലി ബിഹാ അദ്ഖുലുൽ ജന്ന, ഈ ഇബാദത്ത് കൊണ്ടായിരിക്കും ഞാൻ രക്ഷപ്പെടുക എന്ന് ചിന്തിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഒരു ബക്കറ്റ് അവിടെ കാണുന്നുണ്ട്, വെള്ളം കോരാനാവാൻ ഒരു സാധ്യതയും കാണുന്നില്ല. സ്വതക്കാണ്. അപ്പൊ ആ സ്വതക്ക കൊടുക്കുമ്പോൾ നമ്മൾ എന്താ കരുതേണ്ടത്? ഞാൻ ഈ കൊടുക്കുന്ന സ്വതക്കനെ കൊണ്ട് എനിക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണം എന്ന് പറഞ്ഞാൽ എന്താ? ആഖിറത്തിൽ 49 നന്മയും 51 തിന്മയായിട്ട് എന്താ ഒരു മാർക്ക് എങ്ങനെയൊക്കെ 50 ആയാലും അല്ല എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെടുത്തും അല്ലേ? അപ്പോഴാണ് ഒരു പ്രഭാഷണത്തിന്റെ ഇടയിൽ വന്ന ബക്കറ്റിൽ ഇട്ടുകൊടുത്ത ആ സ്വതക്ക അങ്ങോട്ട് നന്മയുടെ തട്ടിലേക്ക്